ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു സ്പിന്നുണ്ട് നമ്മൾ എന്താ എടുക്കുന്നതെന്നുള്ളത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്താ പറയുക, സം ഗീക്ക് ടേംസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഗീക്ക്, എന്താണ് നേർഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ്. ആർക്കെങ്കിലും ഒരു ടേക്ക് ഉണ്ടോ ഗീക്ക് എന്താണ്, നേർഡ് എന്താണെന്നുള്ളത്? രണ്ടും ഒരേ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്ത് കേട്ടേക്കണത്. നോഡ് പക്ഷെ ഗീക്ക് ഈസ് എ നേർഡ് ഹു നോസ് വാട്ട് ഹി സേസ് എന്നാണ് ഒരാൾ പറഞ്ഞത്. അതായത് ഈ ഇപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയും. അതായത് ആൾറെഡി മറ്റുള്ളവർ എഴുതിയ സ്ക്രിപ്റ്റ് ഒക്കെ ഓടിച്ചു നോക്കി ഫൗണ്ടിയൊക്കെ ഹണ്ട് ചെയ്യുന്നവരെയാണ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് വിളിക്കണേ. മറ്റേ അതേമാതിരി നേർഡ് എന്ന് പറഞ്ഞ സാധനം ഒരു ലെസർ ഫോം ഓഫ് ഗീക്കായിട്ട് കണ്ടാൽ മതി. അപ്പോ എന്താ പറയാ, ChatGPTയില് നോക്കിക്കഴിഞ്ഞപ്പോ ഗീക്കിന് കുറച്ചുകൂടി ഒരു സ്റ്റെം ബയാസ് ആണ് അവര് കൊടുത്തേക്കുന്നത്. മറ്റേത് ഗീക്ക് ക്യാൻ ബി അബൌട്ട് എനിത്തിങ് എന്നാണ്, അതായത് കോമിക് ബുക്സ് തൊട്ട് എന്തും, കോഡിങ്. ഗീക്കിനെ ഉദ്ദേശിച്ച നേർഡിനാണോ? ഗീക്കിന് നേർഡിന് ഒരു സ്റ്റെം ബയാസ് ഉണ്ട്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്. അപ്പൊ ഗീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൾച്ചറൽ ആന്ത്രപ്പോളജിയിൽ ഇഷ്ടമുള്ള ഒരാൾക്കും അയാളെ ഗീക്കാന്ന് പറയുമോ? പറയാം. പക്ഷെ എങ്കിലും ഒരു ഇതാണ് ഗീക്ക് ഈസ് എ നേർഡ് ഹു നോസ് വാട്ട് ഹി സേസ്. ഓക്കെ, ഇത് ഒരു കൈറ്റ് റോയിനർ എന്ന് പറഞ്ഞ ആൾ എനിക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അല്ല, അതെനിക്ക് തോന്നുന്നു നേർഡിന് വേറൊരു കൾച്ചറൽ മീനിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് US-ല്. സ്ലാങ് ആയിട്ടോ? ഉണ്ടെന്ന് തോന്നണം. അതായിരിക്കും. അല്ല, പറഞ്ഞു. ഇല്ല, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഗീക്കും ഇത് തന്നെ. ഓക്കെ, അപ്പൊ ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് ഒരു ഇപ്പൊ എന്താ പറയാ, ഈ പൊതുവെ ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് ലൂപ്പ് പഠിപ്പിക്കാനും റിക്കർഷൻ പഠിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് പ്രോഗ്രാമേഴ്സ് എൻകൗണ്ടർ ചെയ്യണേ. അൺലെസ് ദേ ഹാവ് ഗോട്ട് ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ എന്താ പറയുക കോമ്പിനേറ്റോറിക്സ് എന്ന് പറയും. പെർമുട്ടേഷൻ, കോമ്പിനേഷനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടെങ്കിൽ ഒരു എന്താ പറയുക ലൂപ്പ് എന്താണ് എന്ന് പഠിപ്പിക്കാനും റിക്കർഷൻ എന്താണെന്ന് പഠിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു ടൂളാണ്. പക്ഷേ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ആക്ച്വലി. അപ്പോൾ ഫാക്ടോറിയൽ എന്നുള്ള സാധനം നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ നോക്കുക, വൈ ഫാക്ടോറിയൽ കമ്പയർ. ഇപ്പോൾ 100 ഫാക്ടോറിയൽ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു മിനിറ്റ് കേട്ടോ, കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മുടെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട്? ഇതാണ് നമ്പർ. എത്ര ബിറ്റ് ഉണ്ടാവും ഈ സാധനം? 193 അല്ല 150 സംതിങ് ഓഫ് അടിച്ചു. എത്രയുണ്ടോ? എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? നമ്മൾ കോഡ് ചെയ്തേണ്ടി വരുമോ ഇനിയിപ്പോ? GPT എടുത്ത് പൈത്തൺ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇല്ല, ഇതിപ്പോ ബിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? 150 ഡിജിറ്റ് ആണോ?
അപ്പോൾ 158 ഇൻറ്റു ഇൻറ്റു 8 അല്ലേ വേണ്ടത്. ഇവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോ ഓക്കെ, അപ്പൊ ഒരു ഹ്യൂജ് നമ്പർ ആണ്. ഇപ്പൊ ഞാനത് എടുക്കാൻ ശരിക്കും ഞാൻ അതല്ല എടുക്കാൻ പോയെ. എൻ്റെ കയ്യിലേ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫാക്ടോറിയൽ ഒരു ഹ്യൂജ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ, നമ്മുടെ ഇന്റിജറിന് എത്ര ബൈറ്റ് ഉണ്ട്, എത്ര ബിറ്റ് ഉണ്ട്? അല്ല, ഇന്റിജറിന് ഉദ്ദേശിച്ചത് ഇന്റഗ്രൽ നമ്പർ ആണ്. അപ്പൊ ലോങ്ങിന്റെ പറഞ്ഞാൽ മതി 64. അപ്പൊ അതിലെ മാക്സിമം സ്റ്റോർ ചെയ്യാവുന്ന അൺസൈൻഡ് നമ്പർ 2⁻64 - 1 അല്ലേ? അൺസൈൻഡ് ആണെങ്കിൽ. അപ്പൊ അതിനും കൂടുതലുണ്ട് ഈ 100 ഫാക്ടോറിയൽ. അപ്പൊ എന്ത് വരും? അപ്പൊ അങ്ങനെ വരുമ്പോ ട്രാക്ടബിലിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് സാർ, റെപ്രസെന്റബിലിറ്റി ആണോ? ഇപ്പോ റെപ്രസെന്റബിലിറ്റി, അതായത് ഓവർഫ്ലോ വരും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഐഡിയ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പുതിയ ഒരാളെ പ്രോഗ്രാമർ ആക്കാൻ വേണ്ടി കുറച്ച് ഗീക്ക് ടേംസ് വഴി പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ n ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് n × n-1 n-2 up to 3 × 2 × 1 ആണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഓൾ n greater than 0. അതിന് ആർക്കും ഡൗട്ടില്ല. അത് നമുക്ക് ഇപ്പോൾ റിക്കർസീവ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ റിക്കർഷൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഫാക്ടോറിയൽ പഠിക്കുന്നത്. അതിൽ ലൂപ്പ് എഴുതാൻ പഠിക്കും, പിന്നെ റിക്കർസീവ്. പക്ഷേ ഈ റിക്കർസ് ചെയ്താലും ലൂപ്പ് ചെയ്താലും ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇൻറ്റിജറിൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ കാൽക്കുലേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ബിഗ് ഇൻറ്റിജർ എന്നുള്ള ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഇപ്പോൾ സി ഷാർപ്പിലുണ്ടോ ബിഗ് ഇൻറ്റിജർ? അത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എഫ് ഷാർപ്പിൽ ആരോ വേണ്ടി എഴുതിയ സാധനം എന്തോ ഉപയോഗിക്കണം എന്നാണ്. ബിഗ് ഇൻറ്റിജർ ഉണ്ട്, ന്യൂമറിക്സിലാന്ന് മാത്രം, സിസ്റ്റത്തിലല്ല. വേറെ which version onwards? സിസ്റ്റം അതെ, അവര് പറയാലോ നോൺ സിസ്റ്റം റൺ ടൈം ന്യൂമറിക്സിലാണ് കിടക്കണത് അല്ലേ? അത് പണ്ട് എല്ലാ പഴയ വെർഷൻസിലും സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഈ ഫാക്ടോറിയൽ കമ്പ്യൂട്ടേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അവിടെ സാറ് എഴുതിയിട്ടുണ്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മറ്റേ ഇത് കോപ്പൈലറ്റ് എടുക്കാം. How permutations combinations are related to factorial computation. Please give analytical and numerical steps to elucidate the idea. അപ്പോൾ എന്താ പറയാ, n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഇത് പെർമുട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതല്ല കേട്ടോ. അതായത് ഈ n ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ n ഐറ്റംസ് ടേക്കൺ r at a ടൈം എന്നാണ്. ഓക്കെ, അപ്പോൾ
അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വരും എന്നുള്ളതാണ് പെർമുട്ടേഷൻ ഈ എന്താ പറയുക കാൽക്കുലേഷൻ. ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെർമുട്ടേഷൻ ബൈ ആർ ഫാക്ടോറിയൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പോ നമ്മള് പെർമുട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. അപ്പൊ ഇനിയിപ്പോ ഇത് ബൈനോമിയൽ തിയറത്തിലോട്ട് എങ്ങനെ കാസ്കേഡ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCR എന്നാണ്, അല്ലെങ്കിൽ CN,R എന്ന് പറയാം. ഇത് N ചൂസ് R എന്ന് പറയാം. N ചൂസ് R കോമ്പിനേഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബൈനോമിയൽ എക്സ്പാൻഷന്റെ കേസ് ഇപ്പൊ x+y, അപ്പൊ a+b ഹോൾ റേസ് ടു 3 ആന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് into the powers.
അപ്പൊ ഇതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഏതാ ഓക്കെ. ഇത് ഇവിടെ സി ഇട്ടില്ല എന്നുള്ളൂ. അപ്പൊ എന്താ പറയാ, C30 എന്തായിരിക്കും? അപ്പോ factorial by എന്താ പറയാ, R factorial 0 factorial into ഈ 3 minus 0 factorial. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 0 factorial 1 ആണ്. അപ്പൊ ഇവിടെ 1 വരും. ഇവിടെ വരുമ്പോ എന്ത് വരും? 3 factorial by 2 factorial into 1 factorial വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെയും 3 വരും. ഇവിടെ 1 വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, a cube b⁻0 1 ആണ്. അപ്പൊ അത് കളയാം. അപ്പൊ a cube plus 3a² b, ഇവിടെ തെറ്റി, ഇവിടെ b⁻1 ഇതാണ്, ഇവിടെ 1 ആറുണ്ട്. 3ab², ഇതിവിടെ ബ്രാക്കറ്റ് ഒക്കെ ഇടണം കേട്ടോ. a⁻0 ഇത് തന്നെ, b ക്യൂബ്. അപ്പൊ a + b ഹോൾ ക്യൂബ്. ഇതിപ്പോ നമുക്ക് a² b² ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമുക്ക് എന്താ പറയാ, a + b⁻5 10 അങ്ങനെ എടുക്കാം. അപ്പൊ അതിങ്ങനെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അതൊരു പാസ്കൽ ട്രയാങ്കിൾ ആയിട്ട് മാറും. വേണ്ട 1 2 1 2 1 4 ആണെങ്കിൽ 1464 വരും. അതിങ്ങനെ. അപ്പൊ നമ്മള് ഫാക്ടോറിയലിൽ നിന്ന് പെർമുട്ടേഷനിലോട്ട്, പെർമുട്ടേഷനിൽ നിന്ന് കോമ്പിനേഷനിലോട്ടും, കോമ്പിനേഷനിൽ നിന്ന് ബൈനോമിയൽ തിയറത്തിലോട്ടും, ബൈനോമിയൽ തിയറത്തിൽ നിന്ന് നമ്മൾ പാസ്കൽ ട്രയാങ്കിളിലോട്ട് പോകുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോഗ്രാംസ് നമ്മൾ എഴുതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ലേൺ ക്വൈറ്റ് എ ബിറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. എന്താ പറയാ, ഈ ഒരു സിമ്പിൾ, അതായത് ഈവൻ ദോ ഇറ്റ് ഈസ് എ ഫാക്ടോറിയൽ കമ്പ്യൂട്ടേഷൻ ഒരു സിമ്പിൾ ഇതാണെങ്കിലും നമുക്ക് ഇതുവഴി, അതായത് ഇപ്പൊ റിക്കർഷൻ എന്താന്ന് പഠിക്കാം. ഇനി ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് എന്തുകൊണ്ട് ഫാക്ടോറിയൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ്സ് എവിടെ വരുന്നു, അതിനെങ്ങനെ നമ്മൾ ബിഗ് ഇന്റീജർ വെച്ചിട്ട് മറികടക്കുന്നു. പിന്നെ ഫാക്ടോറിയൽ കമ്പ്യൂട്ടേഷൻ പെർമുട്ടേഷനും കോമ്പിനേഷനിലും ബൈനോമിയൽ തിയറവും പാസ്കൽ ട്രയാങ്കിൾസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഫാക്ടോറിയൽ ലാർജ് നമ്പർ വരുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ഫോർമുല ഉണ്ട്. അതിനെ
സ്റ്റിർലിംഗ് സബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്രോക്സിമേഷൻ. ഇത് പറഞ്ഞില്ലേ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് ഓഫ് 2πn n/e⁻n ആയിരിക്കും. അപ്പൊ ഈ സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് യുണിക്സ് പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ് എന്നുള്ള ബുക്കിൽ ഒരു ഇന്റർപ്രട്ടർ ഉണ്ട്. അപ്പൊ അതില് ഒരു പ്രോഗ്രാം സ്റ്റിർലിംഗ്സ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിപ്പിക്കാനും. അപ്പൊ ഈ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കർഷന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാക്ക് ഡെപ്ത് 5000 ആണ്. നിങ്ങൾക്ക് 10,000ന്റെ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിക്കർസീവ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോ വരും. അപ്പോഴാണ് ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്, TCO എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ എന്താന്ന് പഠിക്കാനും നമ്മൾ ഫാക്ടോറിയൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ടെയിൽ കോൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ഇതാണ് ഫാക്ടോറിയലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഐതിഹ്യങ്ങളും അതിന്റെ കമ്പ്യൂട്ടേഷനും. ഇതൊക്കെ ഇതിലെന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ എന്താണെന്നോ, ഇനിയിപ്പോ വൈ ഡു വി നീഡ് ടു ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. ഇല്ല. ഓക്കെ, അപ്പൊ ഫാക്ടോറിയലിനെ ചുറ്റിപ്പറ്റി കുറെ ഫോക്ലോർ അപ്പൊ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഫിബൊനാച്ചിയെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഫിബൊനാച്ചി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. അയാളുടെ പേര് ലെനാർഡോ ഓഫ് പിസ എന്നാണ്. ലിയനാർഡോ ഓഫ് പിസ. പുള്ളി ഈജിപ്തിലെ ഒരു ചന്തയിൽ നിന്ന് എന്താ പറയാ ഒരു ഇന്ത്യൻ മാത്തമാറ്റിക്സിന്റെ ഒരു പേർഷ്യൻ ട്രാൻസ്ലേഷൻ ബുക്ക് പുള്ളിക്ക് കിട്ടി. പുള്ളി അത് യൂറോപ്പിലോട്ട് കൊണ്ടുപോവുക ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഈ സീറോയും ഡെസിമൽ നമ്പറൊക്കെ യൂറോപ്പിലെത്തിയെന്നാണ് ഐതിഹ്യം. ഐതിഹ്യമല്ല, യാഥാർത്ഥ്യം. അപ്പോൾ പുള്ളിയുടെ ശരിക്കുള്ള പേര് എന്താ പറയാ, ഈ ലെനാർഡോ ഓഫ് പിസ എന്നാണ്. അപ്പോൾ ഈ പിസ എന്ന് പറഞ്ഞ നഗരം ഫേമസ് ലീനിങ് ടവർ ഓഫ് പിസ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ സാധനമുണ്ട്. ഇതിനൊരു ചെരിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നാണ് ഗലീലിയോ ഗലീലി എന്താ പറയാ ഈ രണ്ട് ഡിഫറെന്റ് മാസുള്ള ഒബ്ജക്ട്സ് നിലത്തേക്ക് ഇട്ടപ്പോൾ എയർ റെസിസ്റ്റൻസ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് എത്തുമെന്ന് കണ്ടുപിടിച്ച അത് ലീനിങ് ടവർ ഓഫ് പിസ എക്സ്പെരിമെന്റ് എന്ന് കണ്ടാന്നാണ് ഇതിനെ പറയുന്നത്. Galileo is said to have concluded an experiment dropping objects of different weights from the Leaning Tower of Pisa to demonstrate that the rate of descent was independent of their mass. അരിസ്റ്റോട്ടലിന്റെ തിയറി ഓഫ് എന്താ പറയാ തിയറിയെ ഇങ്ങനെ എന്താ പറയാ ചെയ്തത് ഇതിൽ നിന്നാണ്. ഓക്കെ, അപ്പോ ഈ ഫിബൊനാച്ചി നമ്പർ നമുക്ക് അതിനൊരു ഇതുണ്ട്. 2 മൊയിലുകള് എവരി അതർ മന്ത് ഇംപ്രഗ്നേറ്റഡ് ആയിട്ട് മറ്റേ എന്താ പറയാ ഈ മൊയില് പെറുകയാണെങ്കിൽ എത്ര മൊയിലുകൾ ഉണ്ടാവും എന്നുള്ള കാൽക്കുലേഷന്റെ കോണ്ടെക്സ്റ്റിലാണ് ഫിബൊനാച്ചി നമ്പർ ഉണ്ടായെങ്കിലും നേച്ചറിൽ ഫിബൊനാച്ചി നമ്പർ അബോൺസ്. അപ്പോ പല ബുക്സും ഒക്കെ അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോ
ഫിഷിലെ സ്കെയിൽസ്, ഇനി അല്ലെങ്കിൽ പൈനാപ്പിളിലുള്ള ഈ എന്താ പറയുക ഈ സ്കെയിൽസ് ഒക്കെ എപ്പോഴും ഒരു ഫിബൊനാച്ചി നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നേച്ചറിൽ എന്താ പറയുക, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ ദ നമ്പർ ഓഫ് പെറ്റൽസ് ഓൺ ഫ്ലവേഴ്സ്, ദി അറേഞ്ച്മെന്റ് ഓഫ് സീഡ്സ് ഇൻ എ സൺഫ്ലവർ, ദ സ്പൈറൽസ് ഓഫ് എ പൈൻ കോൺ, ഓക്കെ, ബ്രാഞ്ചിങ് പാറ്റേൺസ് ഓഫ് ട്രീസ് ആൻഡ് എന്താണ് സെക്ഷൻസ് ഇൻ എ പൈനാപ്പിൾ, ഇതെല്ലാം ഈ എന്താ പറയുക ഇത് ഫോം ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് എന്താ പറയുക, ദ സീഡ്സ് ഓഫ് എ സൺഫ്ലവർ head are arranged in spirals with the number of spirals following Fibonacci numbers 34, 55, 55 and 89. അങ്ങനെ ഏതെങ്കിലും അഡ്ജസൻസ് ഫിബൊനാച്ചി നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പല എന്താ പറയാ ഇതിന്റെ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ യു ബി ഏബിൾ ടു സീ എ ലോട്ട്. സൺഫ്ലവറിന്റെ എക്സാമ്പിൾസ്. How many trees have you spotted Fibonacci in nature? Okay. ഇത് ബൈനറി സ്പ്ലിറ്റ് ആയിരിക്കണം കേട്ടോ, എന്നാലേ ഇത് കിട്ടുള്ളൂ. ശരി. അപ്പൊ ഈ ഫിബൊനാച്ചി നമുക്ക് ഐറ്ററേറ്റീവ്ലി കമ്പ്യൂട്ട് ചെയ്യാം, ഈ എന്താ പറയാ റിക്കർസീവ്ലിയും കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഞാനിവിടെ ഏതൊരു ഇതിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ പറയാ ഐറ്ററേറ്റീവ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ലോജിക് എത്ര വലിയ ഇതിപ്പോ നമുക്ക് അപ്പൊ ഇത് ഒരു എന്താ പറയാ ഫിബൊനാച്ചി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതില് റിക്കർസീവ്ലി ലൂപ്പില് പ്രീവിയസ് ടൈമും കറണ്ട് ടൈമും ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക്
അത് തന്നെ ഒന്ന് റിക്കർസീവിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മള് റിക്കർസീവ് ആയത് കാരണം നമ്പർ കൂടുന്തോറും ടൈം എടുക്കും. അത്ര വലിയ വ്യത്യാസമില്ല അല്ലേ ശരിക്കും? ചേർന്നേ മറ്റേ അതെ അതെ അറിയില്ല. ഇത് കമ്പൈലർ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടോ അത്? കമ്പൈലർ ഡംപാണ് ജാവയുടെ. ജിറ്റിനുള്ള ടൈമും ഇല്ല. ടൈം എടുക്കണ്ടല്ലേ ശരിക്കും? എന്താണ് കുഴപ്പമില്ലല്ലേ? നല്ല ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കിയാലേ കറക്റ്റ് അറിയാൻ ഇത് പറ്റുള്ളൂ. വീട്ടിലാണോ? അതെ അതെ അല്ല, പക്ഷേ ഞാൻ വിസിബിളി മറ്റേ എന്താ പറയാ, അത് ഇപ്പത്തെ കമ്പ്യൂട്ടറിൽ നടക്കട്ടെ ഞാനേ ഒരു ഇതുണ്ടോ? അല്ല ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ശരത് ഇവര് മറ്റേ സൈഡ് എഫക്ട്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്യണോ? പക്ഷെ സാറേ ജിറ്റ് വാമപ്പ് ആവണ്ടേ, ഹോട്ട്സ്പോട്ട് ആവണ്ടേ? എല്ലാവർക്കും കമ്പൈലർ എക്സ്പ്ലോറർ കിട്ടും. അല്ല, വെയിറ്റ് ആ റിക്കർസീവ് ഫംഗ്ഷനെ തന്നെയല്ലേ കോൾ ചെയ്യണത്? ഇന്റേണലി മറ്റേ ലീനിയർ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ആണോ? എവിടെ കാണിച്ച ഫിബൊനാച്ചി? അതായിരിക്കുമല്ലേ കാര്യം? വ്യത്യാസം കാണണം. അതെ, കാരണം ജിറ്റ് ഹോട്ട്സ്പോട്ടിന് ടൈം ആയിട്ടില്ല. 10,000 ഇട്ടൊക്കെ അല്പ പൊട്ടും. അത് തന്നെ ഷുവറായിട്ട്. ടൈം എടുക്കണം. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ അത്രയും റിക്കർഷൻ ഉണ്ടല്ലോ. മറ്റേ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്ത വലിയ പോയി. നമുക്ക് 20 വരുമ്പോ തന്നെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നേ. 20 കിട്ടുന്ന 100 സ്ലോ വെള്ളോട്ട്. ഇല്ല, അത് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോ അല്ല, ജാവാസി ഡംപാണ്, അതിൽ ഡൗട്ട് ഇല്ല. സെയിം ഗ്രൂപ്പ്. ടൈം എടുക്കുന്നു അല്ലേ?
30 എടുത്ത് നോക്കാം, 40 എടുക്കുക. 50 ആകുമ്പോഴേക്കും കത്തിക്കൽ കഴിയുന്നതാണ്. സ്റ്റാക്ക് ഓവർഫ്ലോ അടിക്കും. പിന്നെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും സാറേ, ജിറ്റ് ആണെങ്കിലും ഈ TCO. അല്ല അപ്പൊ ഇതിപ്പോ 40 എപ്പോഴാണത്? 41 കുഴപ്പമില്ല. കൂടുന്നുണ്ടല്ലേ ശരിക്കും? ഓ 46 ഒക്കെ ആകുമ്പോഴേക്കും എണ്ണാന്ന് തോന്നല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17 സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്നു. 50 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്തിട്ട് തീരുമായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 ഒരു മിനിറ്റ് 61 62 63 64 ഓ ഭ്രാന്തായി. അപ്പൊ ഏകദേശം ഒരു 80 സെക്കൻഡ് എടുക്കും. അപ്പൊ എന്തായാലും ഐറ്ററേറ്റീവ് ഫാസ്റ്റ് ആണ് ഇത് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളില് അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്താണ് 50 ആയി കഴിയുമ്പോൾ അതായത് 49ഉം 48ഉം ലെഫ്റ്റും റൈറ്റിലും പോവും അല്ലേ? എന്നിട്ട് അത് പിന്നെ ട്രീ ആണ്. അതിപ്പോ നമുക്ക് അല്ല അപ്പൊ സ്റ്റാക്ക് ഓർ സാറേ അപ്പൊ ഇതടിച്ച് ഒരു സ്റ്റാക്ക് ഡെപ്ത് എത്രയായിരുന്നു ജാവയുടെ ഇപ്പോഴത്തെ? ഇതാണ് സാധനം. അതായത് ഫിബൊനാച്ചി 4 ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യും. 3 ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യും. എനിക്ക് വേണം അതിങ്ങനെ അതിന്റെ തന്നെ ഒരു എക്സ്പോണൻഷ്യൽ കാൽക്കുലേഷൻ ഉണ്ട് അവിടെ ശരിക്കും അല്ലേ? ഓക്കെ, നമുക്കിത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് മെമ്മോയിസ് ചെയ്യാം. പഴയത് കളഞ്ഞോ? സ്റ്റാറ്റിക് ആയിട്ട് വെച്ചാണ് ത്രെഡ് സേഫ്. സെയിം ഫംഗ്ഷൻ അടി കിടപ്പുണ്ട് കേട്ടോ. അറിയാം. എന്നിട്ടാ പോരെ. ഓ ഇങ്ങനെ പറ്റിയതാണ് സാറിന് നേരത്തെ 6 ഇട്ട് കഴിഞ്ഞിട്ട് അടിയിലിട്ടില്ല. അതെ തന്നെ. വെളുത്ത കളഞ്ഞോ? അത് ആ കമ്പയിലും പറയാം. അത് കളഞ്ഞിട്ടില്ല.
50 കൊടുത്തോ? ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ മെമ്മോയിസ് ചെയ്യാന്ന് പറയും. അതായത് ഒരു ഹാഷ് മാപ്പിൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം ആദ്യം തന്നെ നമ്മൾ ഒരു n വന്നു കഴിഞ്ഞാൽ ആൾറെഡി കമ്പ്യൂട്ടറിലാണെങ്കിൽ ആ ഹാഷ് മാപ്പിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇല്ലെങ്കിൽ അത് എന്താ പറയുക കമ്പ്യൂട്ട് ചെയ്ത് അത് ഇതിട്ടിട്ട് അത് റിട്ടേൺ ചെയ്യും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിബൊനാച്ചി ട്രീയിലെ ഈ ഇപ്പോ F2 എന്നുള്ള സാധനം ഒരു പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ F3യും F4 ഒക്കെ. അപ്പൊ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻ എല്ലാം നമുക്ക് സേവ് ചെയ്തിട്ട് അപ്പൊ ദെൻ ഇറ്റ് വിൽ ബി മച്ച് ഫാസ്റ്റർ. അപ്പൊ ഒരു ഇതിനൊരു കാഷിംഗ് എന്ന് വിളിക്കാം, നമുക്ക് അതിനെ മെമ്മോയിസേഷൻ എന്ന് പറയാം. ഇത് മെമ്മോയിസേഷൻ ആണ്, കാരണം ഈ ഫംഗ്ഷന് സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പോ റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഒരു ഫംഗ്ഷന്റെ കമ്പ്യൂട്ടേഷൻ വരാം, അതിന്റെ വാല്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താണ് എന്താ പറയാ ഈ മെമ്മോയിസേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതിന്, അതായത് ഈ പ്രോഗ്രാമിന് ഒരു ഇതുണ്ട്, അതായത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഫിബൊനാച്ചി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ if you take a look at it, അതായത് നമുക്ക് റിക്കർസീവ്ലി ഡീകമ്പോസ് ചെയ്യാം. പിന്നെ ഓവർലാപ്പിംഗ് സബ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ഫിബൊനാച്ചി ഓഫ് 10 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിബൊനാച്ചി ഓഫ് 5 രണ്ട് സൈഡിലുണ്ടാവും. അത് അവിടെ ഫിബൊനാച്ചി 9 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും വരും, 8 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരും, 7 കാൽക്കുലേറ്റ് വരുമ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് സബ് കമ്പ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അവിടെ ഉപയോഗിക്കാം. അപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ ഉള്ള പ്രോബ്ലംസ്, അതിന് ഓവർലാപ്പിംഗ് സബ് കമ്പ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് മെമ്മോയിസേഷൻ ടു സേവ് ടൈം. പക്ഷേ ടൈം കോംപ്ലക്സിറ്റി കുറയുമെന്നുണ്ടെങ്കിലും സ്പേസ് കോംപ്ലക്സിറ്റി കൂടും. പക്ഷേ ഓഫ് കോഴ്സ് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ യൂസിങ് ഫിബൊനാച്ചി എ ലോട്ട്, എന്താ പറയുക കോസ്റ്റ് അമോർട്ടൈസ് ചെയ്ത് കിട്ടും. ഇതാണ് ഈ എന്താ പറയാ സാറേ മറ്റേ കോസ്റ്റ് റിഡക്ഷൻ എത്രയാണ് ഇപ്പോൾ? അത് ഏകദേശം തരണ്ട, മറ്റേത് 2n അല്ലേ? അതിപ്പോ നമ്മള് കമ്പ്യൂട്ട് ചെയ്തെടുക്കേണ്ടി വരും, എത്ര പ്രാവശ്യം അത് കമ്പ്യൂട്ട് ചെയ്യണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? അത് റെക്കറൻസ് റിലേഷനാണ്. GPT അടിച്ചു നോക്കാം. അതെ അതെ. അപ്പോ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഇപ്പൊ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ എല്ലാ സാധനവും ഉണ്ടായേ, ഓപ്പറേഷൻസ് റിസർച്ചിലുണ്ടായിരുന്നേ. അപ്പോ എന്താ പറയാ ഈ റിച്ചർഡ് ബെൽമാൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു ബെൽമാൻ ലീനിയർ ആവോട്ടാ ഓർഡർ ഏതാ ലീനിയർ ആവും കമ്പ്യൂട്ടേഷൻ, ഒറ്റ തവണ നടക്കുള്ളൂ. അതെ. അങ്ങനെയല്ല, എത്ര സേവിങ്സ് കിട്ടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമല്ലോ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ആണല്ലോ. അതെ അതെ. അതായത് കമ്പയർഡ് ടു ദ റിക്കർസീവ് വേർഷൻ. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്യുക ചെയ്യണതാണ്. അപ്പൊ വൺസ് ഒരു ഫംഗ്ഷൻ ഒരു പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അത് മെമ്മോയിസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു കമ്പ്യൂട്ട്. ഇപ്പൊ കോഡ് ആസ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ടൈലർ സീരീസ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താ പറയാ നമുക്ക് അതിന് പകരം ഈ ഇപ്പൊ ഇമേജ് പ്രോസസ്സിംഗിൽ അത് മിക്കവാറും ചെയ്യാറുണ്ട്. അതായത് ഫ്രീക്വന്റ്ലി യൂസ്ഡ് റൊട്ടേഷൻ ഈ 45 ഡിഗ്രി 90 ഡിഗ്രി 135 ഡിഗ്രി ഒക്കെ ആയിരിക്കും. അപ്പൊ ആ വാല്യൂ ഒക്കെ നേരത്തെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ റാദർ ദാൻ ട്രൈങ് ടു കമ്പ്യൂട്ട് ഓൺ ദ ഫ്ലൈ നമുക്ക് ലുക്കപ്പ് നടത്തി എടുക്കാന്നുള്ളത്. അത് ഇപ്പോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല, പീപ്പിൾ ക്യാൻ കമ്പ്യൂട്ട് ഇറ്റ് ഓൺ ദ ഫ്ലൈ. പക്ഷേ വെൻ 80286 386 മെഷീൻസ് ഒക്കെ ഓടിയിരുന്ന കാലത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് കമ്പ്യൂട്ടേഷൻ എക്സ്പെൻസീവ് ആയ കാലത്ത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സ്കെയിൽഡ് ഇൻറ്റിജർ ആയിട്ട് ലുക്കപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ
കോസ് തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള സാധനം വെച്ചിട്ട് നമ്മൾ സൈനും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈവൻ എക്സൈസിക് കോ പ്രോസസ്സറിൽ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സൈനും കൊസൈനും ഒരുമിച്ച് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഫങ്ഷൻസ് വരെയുണ്ട്. അപ്പോൾ ഈ കോഡാസ് ഡാറ്റയുള്ള മാതിരി തന്നെ ഡാറ്റയെ കോഡാക്കി വയ്ക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീനിയർ ഇൻ്റർപൊളേഷൻ ഇനി അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലൊക്കെ ഏകദേശം എന്താ പറയുക ഇപ്പോൾ ജനറേറ്റർ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റയെ കോഡാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ മെമ്മോയിസേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കോഡാസ് ഡാറ്റ. പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓവർലാപ്പിംഗ് സബ് കമ്പ്യൂട്ടേഷൻ ഉണ്ടെങ്കിലേ മെമ്മോയിസേഷൻ കൊണ്ട് പോകണുള്ളൂ. ഒപ്റ്റിമൽ സബ്സ്ട്രക്ചറുള്ള ഇപ്പം മെർസോട്ട് അതിനൊരു ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ ഓവർലാപ്പിംഗ് സബ് കമ്പ്യൂട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ മെമ്മോയിസേഷൻ കൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ ലാർജ് ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലോട്ട് ഇത് ചെയ്യും. ഇപ്പോൾ കാഷിങ്ങിൻ്റെ കേസിൽ ഈ എന്താ പറയുക ഈ ഡാറ്റ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡാറ്റ ആക്സസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഈ ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ മെമ്മോയിസേഷൻ ഈസ് എ റെസ്ട്രിക്റ്റഡ് ഫോം ഓഫ് കാഷിംഗ് വെയർ ദർ ഈസ് റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി. അപ്പോൾ ഇതാണ് ഫിബൊനാച്ചി നമ്പറിൻ്റെ. ഇതിപ്പോൾ ഈ ഫിബൊനാച്ചി നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ബിഗ് ഇൻറ്റിജർ വഴി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. മെമ്മറി കൺസ്ട്രെയിൻ സിസ്റ്റം ഒഴികെ ബാക്കി എവിടെയും മറ്റേ മെമ്മോയിസ് ചെയ്യാത്തതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കണ്ടിട്ടാണോ ജനറലി? അല്ല, ഇത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് റിലേറ്റീവ്ലി. ശരിക്കും മറ്റടുത്ത് ട്രങ്കേറ്റ് ചെയ്തു അല്ലേ? ഓവർഫ്ലോ അടിച്ചതല്ലേ? വന്നാലും വേറെ എന്തൊക്കെയൊക്കെയോ വരുന്നത് അടിച്ച് അതവിടെ സ്റ്റാക്ക് പൊട്ടി. റിക്കർസീവ് ഇട്ടേക്കണേ ഉള്ളല്ലേ? എം ആണല്ലോ. റിക്കർഷൻ തന്നെ മറ്റേ ഇത് ഫംഗ്ഷൻ കോൾ അടിക്കും. എന്നാലും അല്ല ഇവിടെ ഹാഷും അടിച്ചു വേണ്ടാവും. മനസ്സിലായില്ലേ? 50,000 ഒക്കെ വന്നപ്പേ അല്ല ഹാഷ് അടിക്കില്ലെങ്കിൽ സാർ മറ്റേ തന്നെ അടിക്കുള്ളൂ സ്റ്റാക്കിന്റെ. അല്ല ഇപ്പൊ ബിഗ് ഇൻറ്റിജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ലാർജ് ഫിബൊനാച്ചി ബിഗ് ഇൻറ്റിജർ വേണം. ഇനിയിപ്പോ മെമ്മോയിസ്ഡ് വെർഷൻ ഓഫ് ബിഗ് ഇൻറ്റിജർ കൂടി എടുക്കാം. സ്ട്രീമൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലോ അവിടെ. ഇത് ടെയിൽ റിക്കർസീവ് ഫോമാ.
75 എടുക്കാം. അവിടെ വരെ കറക്റ്റാ അല്ലേ? 80 വെക്കാം. കറക്റ്റാ. 85 കറക്റ്റാ. അത് ഇതാന്ന് തോന്നുന്നു. ഫംഗ്ഷൻ കോൾ പിന്നെയും മാറിയിട്ടുണ്ടോ? ഇല്ലില്ല, 90 ഞാൻ വേറെ നോക്കിയായിരുന്നു. 95 വരുമ്പോ കട തെറ്റി. മറ്റേത് കറക്റ്റാ മോളിന്റെ. 92 എടുക്കുക. അവിടെ വരെ കറക്റ്റാ. 93 വന്നു കഴിഞ്ഞാൽ 92 കറക്റ്റാ. ഒന്നുമില്ല, അത് ടെയിൽ റിക്കർസീവ് ചെയ്തത്. ഇപ്പൊ ടെയിൽ റിക്കർസീവ് നമുക്ക് വേണമെങ്കിൽ ബിഗ് ഇന്റീജറിന് എടുക്കാട്ടോ. കറക്റ്റ്. ഇതിപ്പോ ഐറ്ററേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാ ഞാൻ ജനറേറ്റ് ചെയ്ത. അല്ലാണ്ട് ടെയിൽ റിക്കർസീവ് ആണ്. അപ്പൊ നമ്മൾ ഇതാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ടെയിൽ റിക്കർസീവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫിബൊനാച്ചി നമ്പറിന്റെ ഒരു ഏകദേശം ഒരു രൂപയില്ലേ?
നമ്മള് ബിഗ് ഇന്റീജർ വെച്ചിട്ടും ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ക്രിപ്റ്റോഗ്രാഫിക് ടേംസ് നോക്കാം. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറെ ഗീക്ക് ടേംസും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ കാൽക്കുലേഷൻസും വെച്ച് നമുക്ക് എങ്ങനെ എന്താ പറയുക അഡ്വാൻസ് കോഡ് എഴുതാന്നുള്ളതാണ് ഇതിനെ. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേക്ക് എഴുതി എക്ക് പകരം പി എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ എയുടെ കൂടെ ഒരു 13 ആഡ് ചെയ്യാം, എന്നിട്ട് ആ സാധനം വെക്കുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്ന് പറയുന്നത്. അത് മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്നാണ്. അപ്പോ ലാൽ വിൽ ബി ഏബിൾ ടു ടെൽ അബൌട്ട് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എനിഗ്മ മെഷീന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂല്. ലാൽ എന്തെങ്കിലും ടേക്ക് ഉണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യണോ എങ്ങനെയാണ്? ഇല്ല, ഇപ്പൊ മോണോആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോ ഒരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ സി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ടി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ സി വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ടി വെച്ചായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഭയങ്കര ഈസിയാണ് ക്രാക്ക് ചെയ്യാനും. വളരെ പണ്ട് യൂസ് ചെയ്തിരുന്നതാ ഈ സീസർ സൈഫർ എന്നൊക്കെ പറയുന്ന സെറ്റപ്പ്. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി അനാലിസിസ് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ പറയുന്നത്? ഒരു പരിധി വരെ. പക്ഷെ അതിൽ എളുപ്പമാണ്. അതായത് ഇത് ഓർഡറിലായിരിക്കും ഒട്ടുമിക്ക കേസിലും കിടക്കുന്നത്. പിന്നെ ഈ മറ്റേ ചില ടേംസ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ദി, ആസ്, അങ്ങനെ അതെ ഫ്രീക്വൻസി ഇതില് നോക്കുമ്പോ കുറച്ചും കൂടി എളുപ്പമാണ്. ഷോർട്ടർ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ എളുപ്പം കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനത്തെ സംഭവമുണ്ട്. മറ്റേത് പോളിആൽഫബറ്റിക് പറയുമ്പോ എന്തെങ്കിലും ഒരു കാൽക്കുലേഷന്റെ ബേസിലായിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ കിട്ടിയില്ലെങ്കിൽ, അതായത് സി ആദ്യത്തെ തവണ ടി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പിന്നത്തെ തവണ സി ചിലപ്പോ യു ആയിട്ടായിരിക്കും ചെയ്യണത്. അപ്പൊ ആ റിപ്പീറ്റേഷൻ വന്നില്ല. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കുമ്പോ ഇനീഷ്യൽ കണ്ടീഷൻസ് അറിഞ്ഞൂടാങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിഗ്മ മെഷീൻ ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഇതിന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാറുമെങ്കിലും ആ ക്യാരക്ടറിന്റെ പാറ്റേൺ ചേഞ്ച് ആവുന്നില്ല. അതെന്തോ ഒരു ഷീറ്റ് സംഭവമൊക്കെ ഉണ്ട്. അതിലൊക്കെ എഴുതിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എത്ര ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് സി ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്ത ക്യാരക്ടറും പിന്നെ അടുത്ത പ്രാവശ്യം ചേഞ്ച് ചെയ്യണം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യണുണ്ടോന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ഏത് ക്യാരക്ടർ ഏതായിട്ടാണ് ചേഞ്ച് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ ആ റിപ്പീറ്റേഷന്റെ ഇത് വെച്ചിട്ട് നോക്കാനൊക്കെ പറ്റും. അപ്പോ അതിലും ഇത്രയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എനിഗ്മയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിഗ്മ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി ഈ വക സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മറ്റേ മെഷീനിലോട്ട് ലോഡ് ചെയ്ത് ചെയ്യണത് അവര്. കോഡ് ബുക്ക് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് കീ കിട്ടിയ പോലെയാണല്ലോ. കീ കിട്ടിയ അത് വെച്ചിട്ട് ക്രാക്ക് ചെയ്യാം. അതെ, ഒരു മുങ്ങിക്കപ്പലിൽ നിന്ന് കിട്ടിയായിരുന്നു ഇൻഡാക്ട് എനിഗ്മ മെഷീനും അതിന്റെ കോഡ് ബുക്കും. എന്നിട്ട് അത് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. അത് പരസ്യമാക്കിയിട്ടുണ്ടായില്ല, യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ സാധനം കിട്ടിയെന്നുള്ളത് പരസ്യമാക്കിയത്. പിന്നെ അതിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ആർമി ഉപയോഗിക്കണതിന് മുമ്പ് തന്നെ യുദ്ധം കഴിഞ്ഞു. അത് വന്നിരുന്നെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതായത് എനിഗ്മ മനുഷ്യനെ ക്രാക്ക് ചെയ്യാൻ പറ്റണ അവസാനത്തെ സാധനമാണെന്നാണ് പറയണത്. എനിഗ്മയുടെ ലാസ്റ്റ് വർഷം വന്നപ്പോഴേക്കും മനുഷ്യന്മാരെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയത് മെഷീൻസ് വേണ്ടി വരുന്നുള്ള ഇതിലേക്ക് പോയി. പിന്നെ സിമെട്രിക് ഈ ട്രാൻസ്പോസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ അതും ഉപയോഗിക്കാറില്ലല്ലോ, സിമെട്രിക് അസിമെട്രിക്കിലോട്ട് മാറ്റിയില്ലേ? അത് എനിഗ്മ സിമെട്രിക് ആയിരുന്നു. ഇപ്പൊ സിമെട്രിക്കിലോട്ട് പോയല്ലോ. അപ്പോ നമുക്ക് എന്താ പറയാ ട്രാൻസ്പോസിഷൻ സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ക്വിക്ക് ബ്രൗൺ ജംപ്ഡ് ഓവർ ദ ലേസി ഡോഗ്. അപ്പൊ അത്
അതൊരു 10x10 മെട്രിക്സിലോട്ട് ആക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 ക്യാരക്ടർ ഫസ്റ്റ് റോയിൽ, പിന്നെ സെക്കൻഡ് റോയിൽ വീണ്ടും തുടങ്ങും. അങ്ങനെ എന്നിട്ട് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വയ്ക്കും. അതിപ്പോൾ നമുക്ക് പടം കിട്ടും നെറ്റിൽ. ട്രാൻസ്പോസിഷൻ സൈഫർ ഡയഗ്രാം. അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ ദിസ് ഈസ് എ പ്ലെയിൻ ടെക്സ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ. ഇങ്ങനെ ഇത് എഴുതുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം വേണമെങ്കിൽ. ടാനോണിൻ HPLR അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ച് ഇപ്പൊ അവര് അടിയുന്നതാണ് ചെയ്യണേ HP. പിന്നെ കണ്ട ഇവിടെ ഇങ്ങനെ, ഇത് നമുക്ക് ഒരു മെട്രിക്സിൽ ക്യാരക്ടർ ചെയ്തിട്ട് അതിന്റെ വെർട്ടിക്കൽ ലൈനായിട്ട്, അതിപ്പോ അവർ കൊടുത്തിട്ടുണ്ട് 0 1 2 3. 0th ഇത് ഏതാണ്, അതായത് ഇപ്പോ കണ്ടോ 0th ഇവിടെ വന്നു, 1 HP വന്നു. അത് നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണ് ട്രാൻസ്പോസിഷൻ സൈഫർ. അതായത് യു റൈറ്റ് ക്യാരക്ടേഴ്സ് ഇൻ എ മെട്രിസസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ എന്താ പറയുക, നിങ്ങൾ ടെക്സ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ ആ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റും. റെഡിയോ? ശരിയല്ലേ? ഇതാണ് ട്രാൻസ്പോസിഷൻ സൈഫർ. അപ്പോൾ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ, പോളി ആൽഫബറ്റിക്. ഇപ്പോൾ പോളി ആൽഫബറ്റിക് ടൈപ്പാണ് ഈ എനിഗ്മ അവരൊക്കെ ഉപയോഗിക്കുന്നത്. ട്രാൻസ്പോസിഷൻ സൈഫർ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞോടാം. ഷീസ് വണത്തി ഇതിനൊക്കെ ഒരു പ്രോഗ്രാം എഴുതാണ് ഇപ്പോൾ. എക്സോർ ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മള് ഇപ്പൊ എന്താ പറയാ, അത് എവിടെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലപ്പോ കീയുടെ ലെങ്ത് ബൈ ലെങ്ത് ഉള്ള മെട്രിക്സിലോട്ട് എൻകോഡ് ചെയ്യാൻ പറ്റണം മെസ്സേജിന്. അതെ അതെ, അതിന് താഴെ ഇരിക്കണം ലെങ്ത് എപ്പോഴും. ഇതൊരു മോണോ ആൽഫബറ്റിക്, ഇതൊരു മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ്. വെറുതെ എക്സോർ ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് ചെയ്യും. എന്നിട്ട് തിരിച്ച് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്ട്രിങ് കിട്ടും. അതായത് വെറുതെ എക്സോർ ചെയ്തിട്ടുള്ള എക്സോർ ക്രിപ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. കീ കൊടുക്കണം. കീ എ ആണോ, ഏത് ക്യാരക്ടർ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അത് ഔട്ട്പുട്ട് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് എടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ മോണോ ആൽഫബറ്റിക്
സബ്സ്റ്റിറ്റ്യൂഷൻ ക്രൈം. ഞാൻ ആരെയും കണ്ട് പ്രോഗ്രാം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാ. പ്രാക്ടിക്കലി യൂസ്ലെസ്. എന്നാ എഴുതിയ നാട്ടത് 2010 എഴുതിയ. അപ്പൊ ട്രാൻസ്പോസിഷൻ സൈബർ തന്നെ ഇപ്പൊ മോഡേൺ ഇതില് എന്താ പറയാ സിമെട്രിക് കീ അൽഗോരിതംസ് ആണ് നമ്മള് എന്താ പറയാ ഇപ്പോ AES 256, ട്രിപ്പിൾ ഡസ്, പിന്നെ ബ്ലോ ഫിഷ്, ഇങ്ങനത്തെ കുറെ അൽഗോരിതംസ് ഉണ്ട്. അതിലുപയോഗിക്കുകയാണെങ്കിൽ സിമെട്രിക് കീ അൽഗോരിതംസ് എന്ന് പറയും. നമുക്ക് പോപ്പുലർ സിമെട്രിക് കീ അൽഗോരിതം ഏതാണെന്ന് നോക്കാം. അതായത് സെൻഡറും റിസീവറും സെയിം കീ ഉപയോഗിക്കുന്നതിനാണ് സിമെട്രിക് കീ എന്ന് പറയുന്നത്. AES ഡസ് ഒന്നും ഇങ്ങനെ ട്രിപ്പിൾ ഡസ് ഒന്നും ആരും ഉപയോഗിക്കാറില്ല എന്നാണ് പോപ്പുലർ സിമെട്രിക് അൽഗോരിതം. AES സെക്യൂർ അല്ലെന്നാണ് പറയണത്. അതും ട്രിപ്പിൾ ഡസ് വന്നിട്ടും കാര്യമൊന്നുമില്ല. AES, കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ നോക്കുന്നത് സൽസ, പിന്നെ സർപ്പന്റ്, ടൂ ഫിഷ്, കമീലിയ, RC5, അങ്ങനെ കുറെ ഇൻസെക്യൂർഡാണ്. ഡസ്, ട്രിപ്പിൾ ഡസ്, RC2, RC4, ബ്ലോ ഫിഷ് ഇൻസെക്യൂർഡ് എന്ന് പറയുന്നത്. അപ്പോ അതായത് സെൻഡറും റിസീവറും സെയിം കീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സിമെട്രിക് കീ അൽഗോരിതം എന്ന് പറയും. ഇനി സെൻഡറും റിസീവറും എന്താ പറയാ വേറെ കീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അസിമെട്രിക്. ഇപ്പോൾ RSA, എലിപ്റ്റിക് ക്രിപ്റ്റോഗ്രഫി, ECC, ഇതൊക്കെയാണ് പോപ്പുലർ അസിമെട്രിക് കീ അൽഗോരിതംസ്. നമുക്ക് നോക്കാം. മറ്റേ ബുക്കിൽ തന്നെ നോക്കി സാറേ. RSA, ECC, ഡിഫി-ഹെൽമാൻ ഒരു കീ എക്സ്ചേഞ്ച് അല്ലേ? അവർക്കും ഉണ്ടോ അൽഗോരിതം? ഉണ്ടോ കീ എക്സ്ചേഞ്ച് അല്ലാതെ? അല്ല, എന്റെ അറിവില് അസിമെട്രിക് എൻക്രിപ്ഷൻ എല്ലാം യൂസ് ചെയ്യണത് കീ എക്സ്ചേഞ്ചിന് വേണ്ടിയാണല്ലോ. ബാക്കി വൺസ് കീ എക്സ്ചേഞ്ച് ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ സിമെട്രിക് എൻക്രിപ്ഷൻ അല്ലേ? അല്ല, ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ ഉപയോഗിക്കുന്ന DCC ഏത് മറ്റേ ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടിയാട്ടോ. SSLന്റെ കേസിൽ ലാല് പറഞ്ഞ പോലെയാണ്. RSA ആണ് കാണുന്നത്. മിഥുനുണ്ടോ അവിടെ? ഇല്ല. മിഥുൻ പോയാ? അപ്പൊ അത് സാറ് നേരത്തെ എടുത്ത ലിങ്ക് കൊള്ളാട്ടോ. അത് പ്രാക്ടിക്കൽ ക്രിപ്റ്റോഗ്രഫി ഫോർ ഡെവലപ്പേഴ്സ് എന്നുള്ളത് ആണോ? ഇതാ? അല്ല, അതിന് മുന്നേ എടുത്തത് കമാൻഡ് ഷിഫ്റ്റ് കമാൻഡ് അല്ലേ, കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് നോക്കി. കുഴപ്പമില്ല, അത് ചെയ്യാം. നോക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞത് നോക്കാത്തല്ല കേട്ടോ, എനിക്ക് കീബോർഡ് ചലഞ്ച് ഉള്ളതുകൊണ്ടാട്ടോ. കുഴപ്പമില്ല. അല്ല, ഞാനിവിടെ ആ ലിങ്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. സാറിനെ അവിടെ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ അപ്പൊ ഇതില് ഇപ്പൊ ഒരു ഡിഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ അല്ലേ? കാരണം ഇത് കാണുന്നത് ഇപ്പൊ എന്റെ മകനെ കാണുകയാണെങ്കിൽ പുള്ളിക്ക് വേണമല്ലോ അത്. എക്സ്ചേഞ്ച് എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ല, അറ്റ്ലീസ്റ്റ് ഈ സെൻഡറും റിസീവറും വേറെ കീ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്കീമയാണ് അവർ അവതരിപ്പിച്ചത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് കുറച്ചും കൂടി ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ പഴയ ഈ അമ്മമാരുടെയൊക്കെ ചില പാഡ്ലോക്ക് കണ്ടിട്ടുണ്ടോ? 2 കീയുള്ള പാഡ്ലോക്ക് കണ്ടിട്ടുണ്ടോ?
ഇതല്ല വേണ്ടേ, നമ്മുടെ ചെല്ലപ്പെട്ടി കണ്ടിട്ടുണ്ടോ? ഈ ചെല്ലപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുമോ? ഇതിനിപ്പോ 2 താക്കോലുണ്ടെന്ന് വിചാരിച്ചോ. ഏത് ഇവിടെ ഒരു താക്കോലുണ്ട്, ഇവിടെ ഒരു താക്കോലുണ്ടെന്ന് വിചാരിച്ചോ. ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങൾക്ക് ഒരു കീ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടും. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലെ പാഡ്ലോക്ക് ലോക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലെ പാഡ്ലോക്ക് ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ അയച്ചു തരാം, നിങ്ങളുടെ കീ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കീ അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം വയ്ക്കുമ്പോൾ എന്ത് തുറക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ സ്കീമ വെൻ ദേ ഔട്ട്ലൈൻ ഇറ്റ്. ഇത് ചെല്ലപ്പെട്ടി എക്സ്ചേഞ്ച് ചെയ്യണ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അതായത് ആദ്യം ഞാൻ കൂട്ടിയിട്ട് അങ്ങോട്ട് അയച്ചു തരും. അപ്പൊ അവിടെ നിന്ന് തുറക്കാൻ ശ്രമിക്കല്ല, പകരം ഒരു ലോക്കും കൂടി ഇട്ടിട്ട് എനിക്ക് തിരിച്ചയച്ചു തരും. അപ്പൊ ഞാൻ എന്റെ ലോക്ക് അഴിച്ചിട്ട് തിരിച്ചയച്ചു തരും. അപ്പൊ അവിടെ കിട്ടുമ്പോ അവിടുത്തെ ലോക്ക് അഴിക്കാം. ഇതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്കീമ, അസിമെട്രിക് കീ. അപ്പോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതായത് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. മോഡുലാർ എക്സ്പോണൻഷ്യേഷൻ വെച്ച് പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആൾക്കാരും കണ്ടുപിടിച്ചു, RSAയും കണ്ടുപിടിച്ചു ഇതിനനുസരിച്ചിട്ട് തൊട്ടടുത്ത കൊല്ലം. പക്ഷെ ബ്രിട്ടീഷുകാരുടെ സീക്രട്ടീവ് ആയ കാരണം, അതായത് മിലിറ്ററി പ്രൊജക്റ്റ് ആയ കാരണം ക്ലാസിഫൈ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ ക്രെഡിറ്റ് മുഴുവൻ RSAയ്ക്ക് കിട്ടി. അതാണ്. അല്ലെ ഇത് കണ്ടിട്ടില്ലേ, നിങ്ങളുടെ നാട്ടിലുണ്ടാവുമല്ലോ, പഴയ സ്ത്രീകളുടെ ഉണ്ടാവില്ലേ? ഈ ചെലപ്പട്ടി കണ്ടിട്ടില്ല? എന്റെ അമ്മ കണ്ടായിരുന്നു. പെട്ടിയുണ്ട്, പക്ഷെ ഇങ്ങനെ അങ്ങനെ ലോക്കുള്ള ടൈപ്പ് 2 ലോക്ക് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഹാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് എന്ന് പറയാം നമുക്ക് അതിനെ. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം ക്രിപ്റ്റോഗ്രഫി തമ്മിൽ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ തമ്മിൽ വെച്ചാൽ പബ്ലിക് കീ വെച്ച് ഇൻ അസിമെട്രിക് കീ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു, പ്രൈവറ്റ് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇനി നോൺ റെപ്യൂഡിയേഷന് വേണ്ടി പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത കാര്യം അത് പബ്ലിക് കീ വെച്ചിട്ട് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നെറ്റ്വർക്കിന്റെ ഒരു സ്ഥലത്ത് നിന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് ഇതെടുക്കാൻ പറ്റുമല്ലോ, വേറെ സാധനമൊക്കെ അയക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ അങ്ങനെയല്ല, പ്രൈവറ്റ് കീ വെച്ച് സൈൻ ചെയ്യുന്നു, പബ്ലിക് കീ വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ബ്ലോക്ക് ചെയിനൊക്കെ ഉപയോഗിക്കുന്നത് എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫിയാണ്. ഇനി നമുക്ക് അടുത്തുള്ളത് ബേസ് 64 UU എൻകോഡൊക്കെയാണ്. അതായത് എന്താ പറയാ, ആസ്കി പണ്ടൊരു 7-bit പ്രോട്ടോകോൾ ആയിരുന്നു, അത് പിൽക്കാലത്ത് അത് 8-bit പ്രോട്ടോകോൾ ആക്കി. അപ്പൊ പഴയ മെയിൽ ഗേറ്റ് വേസ് ഒക്കെ ഇപ്പോഴും 7-bitലാണ് ഓടിയിരുന്നത്. അപ്പൊ എങ്ങനെ ഈ 8-bit ആസ്കി ക്യാരക്ടർ 7-bit ആയിട്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടിയുള്ള 6-bit ആയിട്ടാണ് എൻകോഡ് ചെയ്യണേ, 7-bit മെയിൽ ഗേറ്റ് വേയിലൂടെ എങ്ങനെ കടത്തി വിടാന്നുള്ളതായിരുന്നു പ്രോബ്ലം. അപ്പൊ ബേസ് 64 ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 ബൈറ്റ് അറ്റ് എ ടൈം എടുക്കും. എന്നിട്ട് ഈ സാധനം മറ്റേ എന്താ പറയാ 4-6 ബിറ്റിന്റെ ഇതായിട്ട് ചോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ 6 ബിറ്റ് ഒരു ടേബിളിൽ ലുക്കപ്പ് നടത്തുന്നത്, എന്നിട്ട് അത് ഔട്ട്പുട്ട് ചെയ്യും. അപ്പൊ 3 ബൈറ്റിന് 4 ബൈറ്റ് വരും. അതാണ് ബേസ് 64. അപ്പൊ എൻ്റെ കയ്യിൽ കോഡിലിപ്പുണ്ട്.
ഇതാണ് 64 ക്യാരക്ടേഴ്സ്. ABCDEFGHI 64 ക്യാരക്ടർ സെറ്റ്. അതിന് തന്നെ മൂന്ന് ബൈറ്റ് എടുക്കും. എന്നിട്ട് ആൽഫബറ്റ് സി ഈ എന്താ പറയാ ടേക്ക് 4 ബൈറ്റ്സ് ഓഫ് ബേസിക്സ് ഫോർ എൻകോഡ് അല്ല അതിന് തന്നെ എൻകോഡ് ചെയ്യണമല്ലോ. ഫസ്റ്റ് തന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ബൈറ്റ് എടുത്തിട്ട് വാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എഴുതും. എന്നിട്ട് പിന്നെ വാലിന്റെ കൂടെ ഈ ഇൻപുട്ട് 1ന്റെ 8 ബിറ്റ് encode 3 bytes into 4 bytes. The algorithm converts the 3 bytes of data into 4 6-bit indexes and use the val input ആണ്. അതിൻ്റെ കൂടെ 4 8 അതിൻ്റെ കൂടെ 63 0 to 64 ആണ്. അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ ഈ കാൽക്കുലേഷൻ നോക്കട്ടെ. 4 bytes. The algorithm converts 3 bytes of data 24 bits into 4 6-bit indexes. ബേസ് ടേബിളിൽ നിന്ന് ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 32 ബിറ്റ് ലോങ്ങിലോട്ട് ആദ്യം തന്നെ ഈ ബിറ്റ് ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ബൈറ്റ് അടുത്ത 8 ബിറ്റിലിടും. പിന്നെ എന്താ പറയാ ഈ പറയുന്ന അടുത്ത ബിറ്റ് അടുത്തതില്ല. അപ്പോൾ ഈ ലീഡിങ് 8 ബിറ്റില് ഒന്നും ഉണ്ടാവില്ല ഈ 32 ബിറ്റില്. എന്നിട്ട് എന്താ പറയാന്ന് വെച്ചാല് ഈ 63 വെച്ച് ആൻഡ് ചെയ്യും. പിന്നെ 6 ബിറ്റ് വെച്ചിട്ട് അടുത്ത 63 അങ്ങനെ. ഇത് വേറെ ട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. മനസ്സിലായി? അതായത് ഫസ്റ്റ് തന്നെ ഇതൊരു ലോങ് ഇതിലോട്ട് മാറ്റും. അതായത് ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ val 3 val 2 val 1 ലിറ്റിൽ ബിഗിനിങ് വിടുക ഇപ്പൊ തൽക്കാലത്തേക്ക്. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ടാ വരുന്നത്, വാൽ 0ലേക്ക് വന്നു. അടുത്തത് എന്താണ്? അതിന്റെ കൂടെ ഇൻപുട്ട് 1 അടുത്ത ബൈറ്റിനെ 8 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ ഓർ ചെയ്യുമ്പോൾ വാൽ 1ലായിരിക്കും ഈ സാധനം വരിക. പിന്നെ വാൽ 2ലാണ് ഈ സാധനം വരിക. ഇത് 0 ആയിരിക്കും. അതായത് ബിറ്റ് ഇവിടെ അതിന്റെ വാല്യൂ വരും. ഫസ്റ്റ് ബിറ്റിന്റെ വാല്യൂ വരും, 0th ബിറ്റിന്റെ വാല്യൂ വരും. ഇത് ഫസ്റ്റ് ബിറ്റിന്റെ വാല്യൂ വരും. ഫസ്റ്റ് ബൈറ്റ് ഇട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണം വെച്ചാൽ അവസാനത്തെ 6 ബിറ്റില്ലേ അതിന്റെ ഔട്ട്പുട്ടിലോട്ട് വിടും. പിന്നെ തൊട്ടപ്പുറത്ത് അതിന്റെ അതായത് ഈ വാല്യൂനെ ആദ്യം 6 ബിറ്റ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ആദ്യം. അതിന് പിന്നെ 6 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ അതിന്റെ ഈ ടേബിളിൽ ലുക്കപ്പ് നടത്തിയിട്ട് എന്താ പറയാ അടുത്തത് 12 18 അങ്ങനെ
4 ബൈറ്റ് ആയിട്ട് മാറും. അത് ഇൻപുട്ട് ഇത് 3 ബൈറ്റ് ആയിരിക്കും, പക്ഷെ ഇത് ഔട്ട്പുട്ട് 4 ബൈറ്റ് ആയണ്ടോ. ഇങ്ങനെയാണ് മറ്റേ എന്താ പറയുക, ഇപ്പൊ എൻകോഡ് 3 ബോബ് എന്നുള്ള സാധനം എൻകോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീകോഡ് ചെയ്യുക. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ആൽഫബറ്റിനെ, നമുക്ക് കിട്ടുന്ന ആൽഫബറ്റ് ഉണ്ടല്ലോ അതിനെ ഇൻഡെക്സ് ആക്കി മാറ്റുക. ഇതാണ് base64ന്റെ മെയിൻ. നമുക്കൊന്ന് പഠിച്ചേക്കാം. G++. base64 ചെയ്യുമ്പോൾ 4 ബൈറ്റ് ആയിട്ട് വന്നു, അത് തിരിച്ചു ചെയ്തിരുന്നു. അപ്പൊ ഇതിങ്ങനെ ലൂപ്പ് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? അവർ 3 ബൈറ്റ്സ് എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് അരിത്തമാറ്റിക്. ഇത് എങ്ങനെ നമുക്ക് ഈ ഇത് ഇൻഡെക്സ് ആക്കി മാറ്റാന്നുള്ളതാണ്. അങ്ങനെ ഇത് ഓർ ചെയ്തിട്ട് 3 ബൈറ്റ് ആക്കി മാറ്റുന്നത്. ഇതാണ് base64. ഇതേമാതിരി തന്നെ UU എൻകോഡും ഉണ്ട്. അതിന്റെ അതായത് ഈ 6 ബിറ്റ് ആക്കിയിട്ട് അതിന്റെ കൂടെ 32 ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പ്രിന്റബിൾ ആസ്കിയുടെ ഉള്ളിൽ വരും. പിന്നെ ബിഗ് നമ്പർ കമ്പ്യൂട്ടേഷൻ ആണ്. ഇപ്പൊ ബിഗ് നമ്പർ കമ്പ്യൂട്ടേഷൻ ഞാനിപ്പോ ഒരു ഇത് എന്താ പറയാ RSA അൽഗോരിതത്തിന്റെ കോഡാണ്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓക്കെ. അപ്പൊ ഇവര് ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഒരു ക്രിപ്റ്റോഗ്രാഫിക്കലി സെക്യൂർഡ് റാൻഡം നമ്പർ ഉണ്ടാക്കും. പിന്നെ ഈ എന്താ പറയാ ഈ റാൻഡം നമ്പർ ഫീഡാക്കി വെച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ബിറ്റ് ലെങ്ത് ഉള്ള 512 ബിറ്റ് ലെങ്ത് ഉള്ള 2 നമ്പർ ജനറേറ്റ് ചെയ്യും, പ്രൈം നമ്പർ. എന്നിട്ട് ഈ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡുലസ് ഉണ്ടാക്കും. ഈ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓയിലേഴ്സ് ടോയ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഈ T-1 ഇൻറ്റു Q-1 ആണ്. എന്നിട്ട് പിന്നെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുക ചെയ്യണേ. അപ്പോൾ E ഇൻറ്റു D മോഡുലോ അരിത്തമാറ്റിക്, അതായത് ഈ എന്താ പറയുക 1 മോഡുലോ 5 ആയിരിക്കും. അതായത് അങ്ങനെയല്ല, E ഇൻറ്റു D ഈക്വൽ ടു 1 ഇൻ മോഡുലോ 5n എന്നാണ്. അപ്പോൾ 5 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവർ, ഓയിലേഴ്സ് ടോയ്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ചെറിയൊരു സാധനമാണ്. എന്നിട്ട് പബ്ലിക് കീ ഏതാണ് ഇയും എന്നും ആയിരിക്കും. മറ്റേ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65,000 സംതിങ് ഒരു നമ്പറാണ്.
n ഇല്ല, n ഈ മോഡുലസ് കണ്ടോ, ഈ പി ആദ്യം ജനറേറ്റ് ചെയ്ത രണ്ട് ഇത് തമ്മിലുള്ള നമ്പറാണ്. ഈ റിലേറ്റീവ്ലി പറയുന്ന അതായത് അവര് രണ്ടും തമ്മിൽ കോമൺ ഫാക്ടർ ഇല്ല, മനസ്സിലായില്ലേ? എന്നിട്ട് പബ്ലിക് കീ പ്രൈവറ്റ് കീ എന്നിട്ട് ഹലോ RC എന്നുള്ള സാധനം അവരെ തിരിച്ചിട്ട് ഇതിനെ പിടിച്ച് ബൈറ്റ് ആക്കും. കണ്ടോ, അതിന്റെ ബിറ്റ് പാറ്റേൺ. എന്നിട്ട് അതൊരു നമ്പറാക്കി മാറ്റിയിട്ട് എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ഇതുണ്ട്. എന്നിട്ട് ഇവർ ജസ്റ്റ് m⁴ mod എന്നാ ചെയ്യുന്നത്, അപ്പൊ എൻക്രിപ്റ്റ് ചെയ്യും. ഇനിയിപ്പോ സിയും ഡിയും ആണല്ലോ ഇവിടെ തന്നേക്കണേ, സിയും ഡിയും ആണ് ഇവിടെ എന്താ പറയാ, സിയും ഡി എവിടെയാണ് വന്നേക്കണേ, ഒരു മിനിറ്റ്. അത് എൻക്രിപ്റ്റഡ് മെസ്സേജിനാണ് അവര്, ഒരു മിനിറ്റ്, എം വന്നു, സൈഫർ ടെക്സ്റ്റ്. ഇപ്പൊ സൈഫർ ടെക്സ്റ്റിനെ ഡിയും എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താ പറയാ, സെയിം ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ മോഡുലാർ എക്സ്പോണൻഷിയേഷൻ എന്നാ പറയണേ, അത് ചെയ്യുമ്പോൾ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് രണ്ട് പ്രോബബിലിസ്റ്റിക്കലി പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതായത് അതിന് വേണ്ടി കുറെ ഈ നമ്പർ തിയറം ഉണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും, p-1 × q-1. അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഈ പബ്ലിക് എക്സ്പോണന്റ്, അതായത് 65,537 ആണ് ആൾക്കാർ പൊതുവെ ചൂസ് ചെയ്യാറ്. എന്നിട്ട് എൻഷുർ ദാറ്റ് E and 5 are relatively prime, if not choose another E. അങ്ങനെ എന്താ പറയുക, റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോഡുലാർ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും കിട്ടും. ഈ എന്താ പറയുക, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഏതാ, ഈ മെസ്സേജിനെ എന്താ പറയുക ⁴ mod n ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യാം. ആ സൈഫർ ടെക്സ്റ്റിനെ ⁴ mod n ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ മത്സരം ഇരിക്കുന്നത് എന്താ പറയാ, ഈ ഏതോ ഇത് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിയാണ്. ഇത് RSAയുടെ അൽഗോരിതം ആണത്. അതിപ്പോ കുറച്ചുകൂടി ഞാനൊരു വേറൊരു സ്ഥലത്ത് ഇത് ചെറിയ നമ്പറുമ്പോൾ ചെയ്യുന്നുള്ളൂ മോഡുലാർ എക്സ്പോണൻഷിയേഷൻ, മനസ്സിലായില്ല? അതിപ്പോ നമ്മളിപ്പോ ബിഗ് ഇന്റിജറിന് ഉപയോഗിച്ചു, സ്ട്രിങ്ങിനെ ബൈറ്റ് ആക്കുന്നു. സുസൈൻ എന്നുള്ള സാധനമാണ് ഇത് ചെയ്യണം. പബ്ലിക് കീ E-യും N-ഉം D-യും N-ഉം ഉണ്ട്. ഇതാണ് ഇതിന്റെ അൽഗോരിതം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് 2 ലാർജ് പ്രൈംസ് P and Q. അപ്പൊ കമ്പ്യൂട്ട് N × P × Q, അത് നമ്മളവിടെ N = P × Q ചെയ്യുന്നുണ്ട്. പിന്നെ ടോർഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോൾ ഇറ്റ് D. പിന്നെ ഫൈൻഡ് E എൻക്രിപ്റ്റഡ് മെസ്സേജ് = E × D = 1 മോഡുലസ് ടോർഷൻ ഫംഗ്ഷൻ. പബ്ലിക് കീ EN ആണ്, D ഇത് തന്നെയാണ്.
ഇതാണ് ഇതിന്റെ അൽഗോരിതം. അപ്പൊ അത്ര വലിയ ഡിഫിക്കൽട്ട് അല്ല. അപ്പൊ ബേസിക് ഐഡിയ എന്ന് വെച്ചിട്ട് ഇവിടെ എങ്ങനെ ബിഗ് ഇന്റിജർ അരിത്തമാറ്റിക് നടത്തുന്നു എന്നുള്ളതാണ്. ഏതാ ഞാൻ ആ നേരത്തെ കാണിച്ച സാധനം തന്നെയാണ് ഇവിടെ ഇട്ടേക്കണേ. ബിറ്റ് ലെങ്ത് വെച്ചിട്ടാണ് മറ്റേ പ്രൈം കണ്ടുപിടിക്കുന്നത് അല്ലേ? അതെ അതെ ബാക്കിയെല്ലാം ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. അതെ അതെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇത് എന്താ പറയാ ബിഗ് നമ്പർ കമ്പ്യൂട്ടേഷൻസിനെ കുറിച്ച്. അപ്പൊ ക്രിപ്റ്റോഗ്രഫിയും ബിഗ് നമ്പറും തമ്മിലുള്ള നമ്മൾ നേരത്തെ ബിഗ് നമ്പർ എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഫിബൊനാച്ചിയുടെ കോണ്ടെക്സ്റ്റിലും ഫാക്ടോറിയലിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ പഠിച്ചു. അത് ഇപ്പോ ഈ അസിമെട്രിക് ഈ ക്രിപ്റ്റോഗ്രഫിയിൽ എങ്ങനെയാ അത് വർക്ക് ചെയ്യണമെന്നുള്ളത് കുറച്ചിരുന്ന് അതിന്റെ തിയറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കോൺഫിഡൻസ് നോക്കിയ സാധനം ഉപയോഗിക്കുമ്പോ. അതെ അതെ. ഇനിയിപ്പോ കംപ്രഷന്റെ ആണ്. അപ്പൊ എന്താ പറയാ അപ്പൊ ബേസിക് ഐഡിയ നമ്മള് ഫിബൊനാച്ചി നമ്പറിനെ അല്ല ഫാക്ടോറിയലിനെ ചുറ്റിപ്പറ്റി കുറച്ച് ഫാക്ട്സ് പഠിച്ചു. ഫിബൊനാച്ചി നമ്പറിനെ ചുറ്റിപ്പറ്റി വേറെ കുറെ ഫാക്ട്സ് പഠിച്ചു. ക്രിപ്റ്റോഗ്രഫിയെ ചുറ്റിപ്പറ്റി ബേസിക് 64 UUN കോഡ്, എന്താ പറയാ മറ്റേ RSA ക്രിപ്റ്റോഗ്രഫി, അതിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പോ ഡാറ്റ കംപ്രഷൻ ആണ്. ഡാറ്റ കംപ്രഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഷാനൻ ഫാനോ എൻകോഡിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനിപ്പോ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റേ ഉള്ളൂ. കാരണം അതിനേക്കാൾ ബെറ്റർ ഹഫ്മാൻ എൻകോഡിംഗ് ആണ്. അപ്പോ ഈ ഹഫ്മാൻ എൻകോഡിംഗ് ഒക്കെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റൺ ലെങ്ത് എൻകോഡിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് ഈ എന്താ പറയാ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എൻകോഡ് ചെയ്യുന്നത്. ഷാനൻ ഫാനോവും ഹഫ്മാനും ഒക്കെ ഫ്രീക്വൻസി ബേസ്ഡ് അനാലിസിസ് ആണ്. മോർ ഫ്രീക്വന്റ് ക്യാരക്ടേഴ്സിനെ കുറച്ച് ബിറ്റ് വെച്ചിട്ട് എൻകോഡ് ചെയ്യുന്നത്. അപ്പൊ ഹഫ്മാൻ ആണ് ബെറ്റർ ബോട്ടം അപ്പ് ആയിട്ട് ട്രീ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ബെറ്റർ ആയിട്ട് ഇത് ചെയ്യുക. അപ്പൊ ഹഫ്മാൻ എൻകോഡിങ് ഒരു പിന്നെ അതേപോലെ അഡാപ്റ്റീവ് ഹഫ്മാൻ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. പിന്നെ കംപ്രഷനിൽ ലോസി കംപ്രഷൻ ഉണ്ട്, ലോസ്ലെസ് ഉണ്ട്. അപ്പോ ഈ ടെക്സ്റ്റ് ഫയൽസും ഒക്കെ നമ്മൾ ലോസി മറ്റേ എന്താ പറയാ ലോസി കംപ്രഷൻ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല. ലോസ്ലെസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയുള്ളത് ക്യാരക്ടർ എൻകോഡിംഗ് ഉണ്ട്, പിന്നെ ഡിക്ഷണറി ബ്ലോക്ക് എൻകോഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ മിക്ക PKs ഇപ്പൊ ZLib ഒക്കെ ഉപയോഗിക്കുന്നത് ഡീപ്ലൈറ്റ് എന്നതാണ്. LZW ഒരു വേരിയന്റ് ആണ്. ഇപ്പൊ LZ77, LZW ഇതൊക്കെയാണ് പ്രൊമിനന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ലെവൽ അൽഗോറിതംസ്. ക്യാരക്ടർ ലെവലില് അരിത്തമാറ്റിക് എൻകോഡിങ്, ഹഫ്മാൻ, ഷാനൻ ഫാനോ ഒക്കെ വരും. പിന്നെ റൺ ലെങ്ത് എൻകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് ഫയലില് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. സ്പേസോ ടാബൊക്കെ സ്പേസ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ഇട്ടിട്ട് ക്യാരക്ടർ ലോഡ് ചെയ്ത് വെക്കാം. ഇനി അല്ലെങ്കിൽ ഒരു സിമ്പിൾ അൽഗോരിതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്കി മിക്ക ടെക്സ്റ്റ് ഫയലില് പ്രോഗ്രാമേഴ്സ് ഫയലിൽ 7 ബിറ്റ് മതി. 8 ബിറ്റ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ 12.5 ബിറ്റ് നമ്മൾ ബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നേരത്തെ ഈ ബേസിക് 64 ചെയ്താൽ മതി ബിറ്റ് ഫിഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12.5% കംപ്രഷൻ അഷ്യൂർഡ് ആയിട്ട് കിട്ടും. അതാണ് റൺ ലെങ്ത്. പിന്നെ ലോസ്ലെസ് എന്ന് പറഞ്ഞ സാധനം പൊതുവെ ഇപ്പൊ PNG ഫയല് മറ്റേ LZW ഉപയോഗിക്കുന്നത്. LZW ഡീപ്ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. LZW ആയിരുന്നു ജിഫ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് കേസ് വന്നുകൊണ്ടാണ് ഈ LZW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെംബൽ സീവ് വെൽഷ് എന്നാണ് കേട്ടോ. ടെറി വെൽഷ് എന്ന് പറഞ്ഞാൽ എബ്രഹാം ലെംബൽ, ജേക്കബ് സീവ്. ഈ എബ്രഹാം ലെംബൽ എങ്ങാണ്ട് അത് ജേക്കബ് സീവ് എങ്ങാണ്ട് ഇന്നാള് വരെ HP ഹൈഫ ലാബിന്റെ ഹെഡൊക്കെ ആയിരുന്നു. 77 അവർ അൽഗോരിതം കണ്ടുപിടിച്ചെന്നുള്ളൂ. അപ്പോ ഈ എന്താ പറയാ പിന്നെ റൺ ലെങ്ത് എൻകോഡിങ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി കോഡ് ഡെസിമൽ. ഇപ്പൊ ഡേറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. കോൺടാക്ട് സ്പെസിഫിക് ഡാറ്റ എൻകോഡിങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്ക് അറിയാം ഒരു 32 ബിറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ് മുഴുവൻ എൻകോഡ് ചെയ്ത് വയ്ക്കാം. അതായത് ഡേറ്റ് 5 ബിറ്റ് മതി. അതായത് 0 to 31, 1 to 31. പിന്നെ മന്ത് നിങ്ങൾക്ക് 4 ബിറ്റ് മതി. അപ്പൊ 9.
അപ്പം നിങ്ങൾക്ക് 23 ബിറ്റ് ഇയറിന് അല്ല, അപ്പോൾ ഒരു മിനിറ്റ്, 5 4 അല്ല 12 എന്ന് പറയുമ്പോൾ 4 മറ്റേ 5, അപ്പം 5 4 9, 23 ബിറ്റ് നമുക്ക് ഇയർ എൻകോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാളുടെ വയസ്സ് 100 മുകളിലൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 128 വരെയാണെങ്കിൽ 7 ബിറ്റ് മതി. അപ്പോൾ 9 7 16 ബിറ്റിന് നമുക്ക് വേണമെങ്കിൽ മറ്റേ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പിന്നെ ബൈനറി കോഡ് ഡെസിമൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആസ്കി വാല്യൂല് മാക്സിമം വരാവുന്നത് FF ആണ്. അപ്പോൾ എല്ലാ ബിറ്റും ഓൺ ആയും 15 15, അതായത് 4 ബിറ്റിൽ നമുക്ക് ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക്. പിന്നെ ഡാറ്റയിൽ എൻട്രോപ്പി അല്ലെങ്കിൽ വെറൈറ്റി ഉണ്ടെങ്കിലേ കംപ്രഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ്ലി കംപ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞ സാധനം നോക്കിയിട്ട് ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന് അത്രയും ഇത് കുറച്ചും കൂടി ഇത് കോഡായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്കീം ചെയ്തത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ബറോസ് വീലർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇമേജ് പ്രോസസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ DCT DWT ഉപയോഗിക്കും. പക്ഷെ നമ്മൾ മിക്കവാറും എന്താ പറയുക, ഹഫ്മാൻ അരിത്തമാറ്റിക് എൻകോഡിങ് LZ ഫാമിലിയിലെ ഏതെങ്കിലും ലൈവ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ LZ 77 ആണ് വിൻഡോസ് ഹെൽപ്പ് ഫയൽ ഉപയോഗിക്കുന്നത്. കാരണം കംപ്രഷൻ സ്ലോ ആണെങ്കിലും ഡീകംപ്രഷൻ ഫാസ്റ്റ്. അപ്പോൾ ഹെൽപ്പ് ഫയൽ ഡീകംപ്രഷൻ ആണ് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ കുറെ ടാസിറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ലൈബ്രറീസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് കംപ്രഷൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യം. ഇതിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ there are books like data compression book which will help you to improve your C code. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനുള്ളുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഫാക്ടോറിയലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു. ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ, പിന്നെ എന്തിനാണ് സ്റ്റാക്ക് ഓവർഫ്ലോ ഒഴിവാക്കാനാണ് ടെയിൽ കോൾ ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെ പഠിച്ചു. പിന്നെ ഫിബൊനാച്ചി നമ്പറിനെ ചുറ്റിപ്പറ്റി കുറേ ഇഡിയംസും കുറേ ഐഡിയാസും, ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണ്, മെമ്മോറൈസേഷൻ എന്താണ്, കോഡാസ്റ്റാറ്റ എന്താണെന്നൊക്കെ പഠിച്ചു. പിന്നെ ക്രിപ്റ്റോഗ്രഫിയെ ചുറ്റിപ്പറ്റി കുറേ എന്താ പറയുക, എനിഗ്മ മെഷീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ, ട്രാൻസ്പോസിഷൻ സൈഫർ, സിമെട്രിക് അസിമെട്രിക് എന്താണ് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച്, ഒരു സ്കീമാറ്റിക് ലെവലിൽ നമ്മൾ പഠിച്ചു. പിന്നെ ബേസിക് സ്ട്രിപ്പ് ഓർ എൻകോഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പിന്നെ ബിഗ് നമ്പർ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് എങ്ങനെ ക്രിപ്റ്റോഗ്രഫി RSA അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്വിക്കായിട്ട് ഒരു ഓവർവ്യൂ നടത്തി. പിന്നെ കംപ്രഷനെ കുറിച്ചൊക്കെ ഇത് അടിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓർ കീ ടേക്ക് അവേസ് എന്തെങ്കിലും ഉണ്ടോ ഇതിൽ നിന്ന് ലാൽ? ഞാൻ ഈ ലോസി കംപ്രഷന്റെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇമേജ് കംപ്രസ് ചെയ്യുമ്പോ JPEG ലോസിയാണ്. അതെ, JPEG PNG ലോസിയാണോ? അല്ല, PNGയില് മറ്റേ ലോസ്ലെസ് ആണ്. അതെ. അപ്പൊ JPEG-ല് വന്നൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴാണ് കംപ്രഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മ സേവ് ചെയ്യുമ്പോഴാണ് കംപ്രഷൻ നടക്കുക. അപ്പൊ നമ്മ ഫയലിനെ എടുത്തു, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മ വ്യൂവറിൽ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പെയിന്റിൽ എടുക്കുവാണെങ്കിൽ ഇപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മ സേവാസ് കൊടുത്ത് സേവ് ചെയ്യുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് കോപ്പി അല്ല നമുക്ക് കിട്ടണത്. നമുക്ക് ഒന്നും കൂടി ഡൗൺഗ്രേഡ് ചെയ്ത് വർഷനാണ് കിട്ടുക. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഈ കംപ്രഷൻ കൂട്ടാൻ വേണ്ടിയേ കളർ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. എത്ര ബിറ്റിന്റെ കളർ വേണമെന്നുള്ളത് കുറയ്ക്കും. അപ്പോൾ ഓരോ തവണ ഈ ലോസി ഇമേജ് നിങ്ങൾ എടുത്ത് വീണ്ടും സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ടുള്ളത് കിട്ടുള്ളൂ. അതെ അതെ, ഓവർ ടൈം ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യും. അത് പറഞ്ഞു വെച്ചു. അല്ല, അത് നല്ലതാണ്. കാരണം ഈ PNG നമ്മൾ പലപ്പോഴും ഈ അനിമേഷനൊക്കെ PNG-യിലോട്ടാ റെൻഡർ ചെയ്യണേ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ അതുമേണ് അവര് ഡിഫറൻഷ്യൽ ഗ്രാഫിക്സ് കംപ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഒരു ഫ്രെയിമും അടുത്ത ഫ്രെയിമും തമ്മിൽ ഡിഫറൻസ് മാത്രം എൻകോഡ് ചെയ്താൽ പോരെ. അപ്പൊ മിക്കവാറും ബാക്ക്ഗ്രൗണ്ട് സീൻസിലൊന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ ഇത് ഇത് വളരെ വളരെ കുറച്ച് screen- രീതിയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് AVI ഫയലും മറ്റേതൊക്കെ കംപ്രസ് ചെയ്യണം. അവർ ഈ മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. അതിൽ മാത്രല്ല ഈ സ്ക്രീൻ ഷെയർ ചെയ്യണ ആപ്പുകളുണ്ടല്ലോ, ഉം. നമ്മ റിമോട്ട് വ്യൂവിങ്, സ്ക്രീൻ ഷെയറിങ്, അങ്ങനത്തെ ചപ്പിയവറുകളിലൊക്കെ ഇതുപോലത്തെ എന്നുവെച്ചാൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് അല്ല ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരു MB ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെ അല്ല ട്രാൻസ്ഫർ അതാണ് ചെയ്യുമ്പോൾ ഈ അതെ തന്നെ സോറി അതിന് മറ്റേ ഡർട്ടി റെക്ടാങ്കിൾ അനിമേഷൻ ഗ്രാഫിക്സ് മോഡിലും ടെക്സ്റ്റ് മോഡിലും അവർ ഡിഫറൻഷ്യൽ ഗ്രാഫിക്സ് കംപ്രഷൻ ഉപയോഗിക്കുന്നത്. അതായത് പ്രീവിയസ് സ്ക്രീനും ഇത് തമ്മിലെ ഡിഫ് അത് മാത്രം അയച്ചു കൊടുക്കുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അത് മെർജ് ചെയ്യണേ. അതിപ്പോ ഇവരും മറ്റേ ഈ എക്സ് വിൻഡോസ് മറ്റേ RIB എന്ന് പറഞ്ഞ സാധനമുണ്ട്, റെൻഡർമാൻ ഇന്റർഫേസ് ബൈ സ്ട്രീം. അതാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. VNC വ്യൂവർ അത് തന്നെയാണ് ഡിഫറൻഷ്യൽ ഗ്രാഫിക്സ് ആണ് ചെയ്യണത്. അത് ഒരു ഫ്രെയിം ഡ്രോപ്പ് ആവുമ്പോ നമുക്ക് അറിയാൻ പറ്റും ആ പെയിന്റിങ് എങ്ങനെയാണ് നടക്കണം എന്നുള്ളത്. അതെ അതെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇതിന് ഈ 4 കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കംപ്രഷനും എൻക്രിപ്ഷനും ശരിക്കും ഇൻഫർമേഷൻ തിയറിയുടെ ഭാഗമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരുമിച്ച് പഠിക്കാമല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ നമുക്ക് മൈൻഡ് ചെയ്യാം. ശരി.